വളരെ കാലങ്ങൾക്ക് മുൻപ് ആഴ്ചയിലെ 7 ദിവസങ്ങളെയും മഴവില്ലിന്റെ 7 നിറങ്ങളെയും സ്വീകരിക്കുന്ന 7 വെളുത്ത കുതിരകളാൽ വലിക്കപ്പെടുന്ന മനോഹരമായ ഒരു സ്വർണ്ണരഥത്തിൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ താഴെ നടക്കുന്ന ഒരു വിനാശകരമായ യുദ്ധം നോക്കി നിന്നു. രക്തത്തിൽ കുതിർന്ന സമതലങ്ങളിൽ മരിക്കുന്നവരുടെ നിലവിളികൾ പ്രതിധ്വനിച്ചു. പകൽ മുഴുവൻ യുദ്ധം നീണ്ടുനിന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ താഴെ ക്ഷീണിതനായ ഒരു വീരനിൽ നിന്ന് നിരാശയോടെ ഒരു അപേക്ഷ ഉയർന്നു. തന്റെ പോരാട്ടം പൂർത്തിയാക്കാൻ ദൈവത്തോട് അവൻ കൂടുതൽ പകൽ വെളിച്ചം ആവശ്യപ്പെട്ടു. രാത്രിയുടെ ആരംഭം തന്റെ ശത്രുക്കൾക്ക് വീണ്ടും സംഘടിച്ച് ധൈര്യം വീണ്ടെടുക്കാൻ അവസരം നൽകുമെന്നതിനാൽ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കരുതെന്നും അതിന്റെ വെളിച്ചം യുദ്ധം അവസാനിപ്പിക്കാൻ പ്രാപ്തമാക്കണമെന്നും അവൻ പ്രാർത്ഥിച്ചു. ദൈവം അതിന് അനുമതി നൽകി. ഒരു മനുഷ്യന്റെ ആവശ്യപ്രകാരം ഇത്രയും വലിയൊരു കൽപ്പന ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടത് സൂര്യനെ ആകാംക്ഷാഭരിതനാക്കി. അദൃശ്യനായ ആ ഉന്നത ശക്തി തന്നോട് ആകാശത്ത് മരവിച്ചു നിൽക്കാൻ കൽപ്പിച്ചപ്പോൾ സൂര്യന് അതിയായ അത്ഭുതം തോന്നി. ഈ ദിവ്യ കൽപ്പനയാൽ ബന്ധിതനായ സൂര്യൻ അസ്വാഭാവികമായി നീണ്ട ഒരു ദിവസം ഭൂമിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് തന്റെ സ്ഥാനത്ത് തുടർന്നു. യുദ്ധത്തിന്റെ സമ്പൂർണ്ണ പാരമ്യത്തിന് അങ്ങനെ അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ സൂര്യൻ നിൽക്കുകയും ചന്ദ്രൻ നിശ്ചലമാവുകയും ചെയ്തു എന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ ആ ദിവസത്തെക്കുറിച്ച് കൂടുതൽ വിശദമാക്കാം. പ്രാർത്ഥനയുടെ ഫലമായി സൂര്യനും ചന്ദ്രനും അവരുടെ യാത്ര തുടരാതെ ഒരു ദിവസത്തോളം ആകാശത്ത് നിശ്ചലമായി നിന്നു. ഇത് സംഭവിച്ചത് യാഹുശുവായുടെ കാലത്താണ്. ഇസ്രായേൽ ജനത വാഗ്ദത്തദേശത്തേക്ക് പ്രവേശിച്ച ശേഷം ഗിബയോൻ എന്ന നഗരം ഇസ്രായേലുമായി സമാധാന ഉടമ്പടി ചെയ്തു. ഇത് അറിഞ്ഞ 5 അമോറിയ രാജാക്കന്മാർ ഗിബയോനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ഭയന്ന ഗിബയോന്യർ യാഹുശുവയോട് സഹായം അഭ്യർത്ഥിച്ചു. യാഹുശുവയും സൈന്യവും രാത്രി മുഴുവൻ യാത്ര ചെയ്ത് യുദ്ധഭൂമിയിലെത്തി. അവിടെ നടന്നത് വെറുമൊരു യുദ്ധമല്ലായിരുന്നു. ബൈബിൾ പറയുന്നത് ദൈവം തന്നെ ഇസ്രായേലിനു വേണ്ടി പോരാടി എന്നാണ്. ആകാശത്തിൽ നിന്ന് വലിയ കന്മഴ വർഷിക്കപ്പെട്ടു. വാളുകൊണ്ട് കൊല്ലപ്പെട്ടവരെക്കാൾ കൂടുതൽ പേർ ആ കന്മഴയാൽ നശിച്ചു. അപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. എന്നാൽ യുദ്ധം ഇനിയും പൂർത്തിയായിരുന്നില്ല. അക്കാലത്ത് ആളുകൾ സൂര്യാസ്തമനത്തിന് ശേഷം യുദ്ധം ചെയ്യാറില്ല. അതിനെ അവർ നീതികേടായി കണ്ടിരുന്നു. മാത്രമല്ല, അന്നേ ദിവസത്തേക്ക് മാത്രമാണ് ദൈവം ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്തത്. ആയതിനാൽ ശത്രുക്കളെ പൂർണ്ണമായി തോൽപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യമായിരുന്നു. അപ്പോൾ യാഹുശുവ ദൈവത്തോട് പ്രാർത്ഥിച്ച ശേഷം എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു: സൂര്യ, നീ ഗിബയോനില് നിശ്ചലമായി നിൽക്കുക. ചന്ദ്ര, നീ അയലോള താഴ്വരയിലും നിൽക്കുക. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യന് നിശ്ചലമായി നിന്നു. ചന്ദ്രന് അനങ്ങിയതുമില്ല. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യനും ചന്ദ്രനും അസ്തമിക്കാതെ നിന്നു. ഈ സംഭവത്തെക്കുറിച്ച് നൂറ്റാണ്ടുകളായി ആളുകൾ ചർച്ച ചെയ്യുന്നു. ചില ആധുനിക വിശ്വാസികൾ ഇതിനെ വിചിത്രകരമായ ഒരു അത്ഭുതമായി കാണുന്നു. ദൈവം ഭൂമിയുടെ ഭ്രമണം പൂർണ്ണമായി നിർത്തുകയോ മന്ദഗതിയിലാക്കുകയോ ചെയ്തുവെന്ന് അവർ വാദിക്കുന്നു. അവന് അത് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഭൂമിയുടെ കറക്കവും സഞ്ചാരവും നിർത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് ആ വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നു. താൻ ഒരു വലിയ ദൈവഭക്തനാണ് ഇത് വിശ്വസിക്കുന്നതിൽ തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് കൂട്ടിച്ചേർക്കുവാനും അവർ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ഇവർ പറയുമെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് പലർക്കും ഉള്ളിന്റെ ഉള്ളിൽ വലിയ ബോധ്യമില്ല. അതിനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. സയന്റിസം അല്ലെങ്കിൽ നിരീശ്വരവാദ പ്രകാരം ഭൂമി മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്നു. ഇതുകൂടാതെ മണിക്കൂറിൽ 66,600 മൈൽ വേഗതയിൽ സൂര്യനെയും ചുറ്റുന്നു. അങ്ങനെയെങ്കിൽ ഭൂമി യഥാർത്ഥത്തിൽ കറങ്ങി നടക്കുന്ന ഒരു പന്ത് ആണെങ്കിൽ അത് നിശ്ചലമാവുമ്പോൾ ഓടുന്ന ട്രെയിൻ എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെ ഭൂമി പെട്ടെന്ന് നിന്നാൽ അന്തരീക്ഷവും സമുദ്രങ്ങളും മനുഷ്യരുമെല്ലാം വൻ ശക്തിയോടെ മുന്നോട്ട് തെറിച്ചു പോകുമായിരുന്നു. അതായത്, ഇത്രയും വേഗത്തിൽ ഓടുന്ന ഭൂമിയുടെ ചലനങ്ങൾ അവസാനിക്കുമ്പോൾ ഭൂമിയിലുള്ളതെല്ലാം നശിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇക്കാരണത്താൽ സൂര്യനോട് നിശ്ചലമായി നിൽക്കാൻ യാഹുശുവ കൽപ്പിച്ച സംഭവം പലപ്പോഴും അസംബന്ധമാണെന്ന് കണക്കാക്കപ്പെടുന്നു. കാരണം ഭൂമിയുടെ ഭ്രമണം അക്ഷരാർത്ഥത്തിൽ നിർത്തുന്നത് വ്യാജശാസ്ത്ര നിയമങ്ങൾ ലംഘിക്കുന്നു. ഇത് ആഗോളതലത്തിൽ വിനാശകരമായ നാശത്തിന് കാരണമാവുമെന്നവർ വാദിക്കുന്നു. ഭൂമിയുടെ ഭ്രമണം പെട്ടെന്ന് നിർത്തുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ജഡത്വം സൃഷ്ടിക്കും. ഭൂഖണ്ഡങ്ങൾ വിനാശകരമായ ഭൂകമ്പങ്ങളെ നേരിടും. കൂടാതെ വലിയ സമുദ്രങ്ങൾ തീരപ്രദേശങ്ങളെ തുടച്ചു നീക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷം സൂപ്പർ സോണിക് വേഗതയിൽ ചലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പുരാതനവും ആധുനിക വ്യാജശാസ്ത്രത്തിനു മുമ്പുള്ളതുമായ യാഥാർത്ഥികമായ ധാരണയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ആഖ്യാനം. അതായത്, ഭൂമി സൂര്യനെ ചുറ്റുന്നതിനു പകരം ഒരു നിശ്ചലവും പരന്നതുമായ ഭൂമിയെ സൂര്യനും ചന്ദ്രനും ചുറ്റുന്നു. ഭൂമി എപ്പോഴെങ്കിലും ചലിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഭൂമി നിശ്ചലമായി നിലനിൽക്കുന്നു. എന്നാൽ ഭൂമിക്ക് മുകളിൽ ആകാശത്ത് സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹതാരങ്ങൾ, നക്ഷത്രങ്ങൾ, മേഘങ്ങൾ എന്നിവ സഞ്ചരിക്കുന്നതായി നാം നിത്യേന കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു.
സൂര്യൻ ഉദിച്ചുവെന്നും അസ്തമിച്ചുവെന്നും നമ്മൾ പറയുന്നു. എന്നാൽ ഈ വസ്തുത മനസ്സിലാക്കുവാൻ പലരും ആഗ്രഹിക്കുന്നില്ല. മറ്റു പല ആധുനിക മത പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞരും ഈ സംഭവത്തെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നില്ല. ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാത്ത ഇക്കൂട്ടർ നിരീശ്വരവാദികളെ പോലെ ന്യായീകരണ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുന്നു. ഭൂമി നിശ്ചലമായി നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കാത്ത ഈ ആധുനിക വിശ്വാസികൾ ഭൂമി കറങ്ങുന്നത് പെട്ടെന്ന് നിർത്തിയാൽ ഉണ്ടാകുന്ന വൻ പ്രകൃതി ദുരന്തങ്ങൾ മുൻനിർത്തി ഇതിനെ ഒരു അത്ഭുതമായി കാണാതെ വിവിധ സിദ്ധാന്തങ്ങളിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പ്രകാശം നൽകുന്നതിനോ യുദ്ധക്കളത്തിൽ സമയം നീട്ടിയതായി തോന്നിപ്പിക്കുന്നതിനോ ദൈവം മേഘത്തിൽ നിന്ന് മേഘത്തിലേക്കുള്ള മിന്നൽ പോലുള്ള പ്രതിഭാസങ്ങൾ ഉപയോഗിച്ചുവെന്ന് ചിലർ പറയുന്നു. വേറൊരു കൂട്ടർ ഈ ഭാഗത്തിന്റെ കാവ്യാത്മക ഘടനയിലേക്ക് വിരൽ ചൂണ്ടുകയും സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശത്തിൽ അക്ഷരീയമോ ഭൗതികമോ ആയ മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് വാദിക്കുകയും ചെയ്യുന്നു. അമോര്യരുടെ മേൽ ദൈവത്തിന്റെ വിജയത്തിന്റെ സമ്പൂർണതയും തന്റെ ജനത്തിനു വേണ്ടി പോരാടുന്നതിൽ ദൈവം ആ ദിവസം നടത്തിയ അത്ഭുതകരമായ രൂപവും ചിത്രീകരിക്കുന്ന ഒരു ആലങ്കാരിക ഭാഷയായി അവർ ഇതിനെ കണക്കാക്കുന്നു. അങ്ങനെ സൂര്യനെയും ചന്ദ്രനെയും ഉദ്ദേശിച്ചുള്ള വാക്കുകൾ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ വിജയത്തിന്റെ വ്യാപ്തി അറിയിക്കാൻ ഉപയോഗിക്കുന്ന കാവ്യാത്മകമോ ആലങ്കാരികമോ ആയ ഒരു പദപ്രയോഗമായിരിക്കാം എന്ന് അവർ കരുതുന്നു. മറ്റു ചിലർ പറയുന്നത് അമോര്യരുടെ പരാജയം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം നൽകുന്നതിനായി ദൈവം അത്ഭുതകരമായി പകൽ വെളിച്ചം നീട്ടിയെന്നാണ്. മറ്റൊരു സിദ്ധാന്തം ബൈബിൾ എഴുത്തുകാർ പ്രതിഭാസ ഭാഷ എന്ന് വിളിക്കപ്പെടുന്നതാണ് ഉപയോഗിച്ചത് എന്ന വാദമാണ്. ഇതിനർത്ഥം ഈ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതുപോലെയല്ല, അവർക്ക് അവ പ്രത്യക്ഷപ്പെട്ടതുപോലെ വിവരിച്ചു എന്നാണ്. അതായത് നഗ്നനേത്രങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ നിരീക്ഷണത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് ഇത് ഒരു പ്രത്യേക രീതിയിൽ തോന്നുന്നു, വാസ്തവത്തിൽ അത് മറ്റൊരു രീതിയിൽ സംഭവിക്കുന്നു എന്നാണ്. മറ്റു ചിലർ ഇത് പ്രകൃതിയിലെ സാധാരണ സംഭവമായിരിക്കാമെന്ന് കരുതുന്നു. യുദ്ധത്തിനിടയിൽ ഒരു സൂര്യഗ്രഹണം നടന്നതായി അവർ കണ്ടെത്തി. ഉച്ചതിരിഞ്ഞുണ്ടായ ഈ ഗ്രഹണം കാരണം പെട്ടെന്ന് ഇരുട്ട് പരന്നതാണ് ചന്ദ്രൻ വഴിമാറി നിന്നു എന്ന് വിശേഷിപ്പിക്കാൻ കാരണമായത് എന്നാണിവർ പറയുന്നത്. മറ്റൊരു സിദ്ധാന്തം ഭൂമിയുടെ കറക്കം നിന്നുപോയില്ല, പകരം സൂര്യപ്രകാശം അന്തരീക്ഷത്തിൽ അസാധാരണമായ രീതിയിൽ വളഞ്ഞു സഞ്ചരിച്ചു എന്നാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, മേഘങ്ങൾ അല്ലെങ്കിൽ കന്മഴ എന്നിവ കാരണം പ്രകാശകിരണങ്ങൾക്ക് അപവർത്തനം സംഭവിക്കുകയും സൂര്യൻ അസ്തമിച്ച ശേഷവും അതിന്റെ പ്രകാശം ആകാശത്ത് ഒരു മിറാജ് പ്രഭാവം പോലെ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇത് യാഹോശുവയുടെ സൈന്യത്തിന് കൂടുതൽ സമയം വെളിച്ചം നൽകി. ഈ സിദ്ധാന്തങ്ങളെല്ലാം തെറ്റും ദൈവവചനത്തിന് എതിരുമാണ്. സത്യത്തിൽ വേദപുസ്തകത്തിന്റെ രചയിതാവ് സൂര്യൻ അക്ഷരാർത്ഥത്തിൽ ഭൂമിക്ക് മുകളിലൂടെ ചുറ്റുകയോ കറങ്ങുകയോ ചെയ്യുന്നുവെന്ന് പ്രസ്താവിക്കുന്നു. സൂര്യനും ചന്ദ്രനും നിശ്ചലമായത് ദൈവത്തിന്റെ അമാനുഷികമായ ഒരു അത്ഭുതമായി ദൈവവചനം പഠിപ്പിക്കുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് അതിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും എന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. അവൻ യാഹോശുവയുടെ പ്രാർത്ഥനയെ സ്വീകരിച്ചുകൊണ്ട് ഒരു ദിവസത്തേക്ക് സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലമാക്കി. അടിസ്ഥാനത്തിൽ ഉറപ്പിക്കപ്പെട്ട ഭൂമിക്ക് മുകളിലൂടെ വൃത്താകൃതിയിൽ സഞ്ചരിക്കുന്ന സൂര്യചന്ദ്രന്മാർ അവരുടെ സഞ്ചാരം അവസാനിപ്പിച്ച് ആ യുദ്ധം അവസാനിക്കുന്നത് വരെ അതിന് സാക്ഷ്യം വഹിച്ചു. സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സഞ്ചാരം നിർത്തുന്നത് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം കൂട്ടി എന്നല്ലാതെ ഭൂമിയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. ദൈവത്തിൽ ആശ്രയിച്ച ഒരു നേതാവിന്റെ വിശ്വാസവും തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുമാണ് ഈ സംഭവത്തിലൂടെ എടുത്തുകാണിക്കുന്നത്. ഈ കഥയിലെ ഏറ്റവും ശ്രദ്ധേയമായ വാക്യം ഇതാണ്: കർത്താവ് ഒരു മനുഷ്യന്റെ വാക്കു കേട്ട് ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. ഇന്നും ഈ ചരിത്രം കോടിക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു. കാരണം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ വലിയൊരു സത്യമാണ്: നമ്മുടെ സാഹചര്യങ്ങൾ എന്തായാലും ദൈവത്തിന്റെ ശക്തി അതിലും വലുതാണ്. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന് സാധ്യമാണ്.